ഇസ്രായേലിന് നേർക്ക് ഹൂത്തികളുടെ വലിയ ആക്രമണമാണ് ഉണ്ടായത്. ഇസ്രായേൽ തിരിച്ചടിക്കുമെന്നും പറയുന്നുണ്ട്. എന്നാലും വലിയൊരു ആക്രമണം, അവരുടെ വിമാനത്താവളത്തിനകത്ത് വലിയ ആഘാതം സൃഷ്ടിക്കുന്ന മിസൈൽ ആക്രമണം, പ്രതിരോധ സംവിധാനങ്ങളെല്ലാം നിഷ്പ്രഭമാക്കിക്കൊണ്ടായിരുന്നു ആക്രമണം. ഇനി എങ്ങനെയായിരിക്കും ഇസ്രായേലിൻ്റെ പ്രതികരണം? ആക്രമണം വലിയ ആക്രമണമാണ്, കാഷ്വാലിറ്റി ഒന്നുമില്ല, വിമാനത്താവളത്തിലും വേണ്ടിയിട്ടില്ല. ഇസ്രായേൽ പറയുന്നത് ടെർമിനൽ 3യുടെ മുന്നിലുള്ള പാർക്കിംഗ് ഏരിയയിൽ ഒരു ബാലിസ്റ്റിക് മിസൈൽ വന്ന് വീണു. മിസൈൽ വന്ന് വീണടുത്ത് 10 മീറ്റർ ആഴവും 10 മീറ്റർ വ്യാസവുമുള്ള ഒരു കുഴി രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് എയർപോർട്ടിനകത്തേക്ക് വീടുന്നെങ്കിൽ വലിയ കാഷ്വാലിറ്റി ഉണ്ടാവരുത്. 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇപ്പോൾ സൈപ്രസ് പ്രസിഡന്റ് നിക്കോ ക്രിസ്റ്റോഡോളൂഡിസ് ഇപ്പോൾ ഇസ്രായേൽ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുക. ഒരു വിദേശ രാഷ്ട്രത്തലവൻ അവിടെ ഉള്ളപ്പോഴാണ് ഈ ആക്രമണം നടന്നത്. ഒന്ന്, ടെല്ലവീവിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിമാനത്താവളമാണ് ബെൻഗൂറിയൻ വിമാനത്താവളം. മുമ്പൊരിക്കൽ അമേരിക്കയിൽ നിന്ന് ബെഞ്ചമിൻ നെതന്യാഹു ബെൻഗൂറിയൻ വിമാനത്താവളത്തിൽ ഇറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പ് ഇതുപോലെ ഒരു മിസൈൽ ഹൂത്തികൾ അയച്ചിരുന്നു. പക്ഷേ അത് ഹിറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആകാശത്ത് വെച്ച് തന്നെ തകർത്തു. അപ്പോൾ ഇന്നലെ ഇസ്രായേലിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനമായ ആരോയുടെയും അയൺ ഡോമിൻ്റെയൊക്കെ ഒരു ബലഹീനത കൂടെ വിളിച്ച് ഓതുന്ന ഒരാക്രമണമാണ് നടന്നത്. കാരണം സാധാരണ വലിയ ഈ മിസൈൽ പ്രതിരോധ സംവിധാനം ആരോ സിസ്റ്റം, അയൺ ഡോം എന്നൊക്കെ പറയുന്നത് മിസൈലുകൾ വരുമ്പോൾ അതിനെ പകരം മിസൈൽ അയച്ച് തകർക്കുന്നതാണ്. ഒരുപാട് മിസൈലുകൾ ഒരേ സമയം വന്നാൽ ഇതൊക്കെ ചിലപ്പോൾ നിഷ്പ്രഭമായി പോകും. പക്ഷേ ഒരുപാട് മിസൈലുകളൊന്നും വന്നില്ല. ഒറ്റ മിസൈൽ വന്നപ്പോൾ തന്നെ അതിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു ഗുരുതരമായ വീഴ്ചയാണ്. അപ്പോൾ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് വ്യോമ പ്രതിരോധത്തിൽ എവിടെയോ ഒരു വിള്ളൽ വീണിട്ടുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അപകടം അതല്ല. ബെൻഗൂറിയൻ ഇൻ്റർനാഷണൽ വിമാനത്താവളം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളിൽ ഒന്നാണ്. നമുക്കൊരു വലിയ അപകടമാണ് ഒഴിവായത്. അതായത് ഇന്ത്യൻ എയർലൈൻസിൻ്റെ വിമാനം ഇസ്രായേലിൻ്റെ ആകാശത്തേക്ക് കയറുന്നതിന്, ടെല്ലവീവിൻ്റെ ആകാശത്തേക്ക് കയറുന്നതിനായിട്ട് കഷ്ടിച്ച് 1 മണിക്കൂർ മുമ്പാണ് ഈ ആക്രമണം ഉണ്ടായത്. അപ്പോൾ ഒരുപക്ഷെ മറ്റു രാജ്യങ്ങളുടെ വിമാനം എയർപോർട്ടിലേക്ക് വരുന്ന സമയത്താണ് ഈ മിസൈൽ വരുന്നതെങ്കിൽ ആകാശത്ത് വെച്ച് തന്നെ ആ വിമാനങ്ങൾക്ക് അപകടം പറ്റാം. ഹൂതികൾക്ക് ഇസ്രായേൽ തന്നെ ആവണമെന്നില്ല, അവർ ഏത് രാജ്യത്തെ ആക്രമിക്കും. അപ്പോൾ ആകാശത്ത് എയർ ഇന്ത്യയുടെ വിമാനം കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് പറയാം. അത് കഴിഞ്ഞ് ടെല്ലവീവിൽ ഇറങ്ങാതെ ആ വിമാനം തിരിച്ച് അബുദാബിക്ക് പോയി, അബുദാബിയിൽ നിന്ന് അത് തിരിച്ച് ഡൽഹിക്ക് പോകുന്നു. അങ്ങനെയാണ് സംഭവിച്ചത്. അപ്പോൾ ഇൻ്റർനാഷണൽ പാതയിൽ ടെല്ലവീവിലേക്ക് വരുന്ന മറ്റ് രാജ്യങ്ങളുടെ വിമാനങ്ങൾക്ക് പോലും ഭീഷണി ഉണ്ടാകുന്ന തരത്തിലുള്ള വലിയ ഒരു ആക്രമണമാണത്. നമ്മുടെ ബോയിങ് വിമാനമാണ് എയർ ഇന്ത്യയുടെ പോയിക്കൊണ്ടിരുന്നത്. ഒരു 10-300 യാത്രികരുണ്ടായിരിക്കും. അപ്പോൾ അത് ആകാശത്ത് പ്രവേശിക്കുന്ന സമയത്താണ് ഈ മിസൈൽ വന്നതെങ്കിൽ വലിയ അപകടം ഉണ്ടാകുമായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒഴിവായി, എയർപോർട്ടിനകത്ത് വീണ്ടില്ല. എങ്കിൽ പോലും ഇന്ത്യ ഇപ്പോൾ 2 ദിവസത്തേക്ക് ടെല്ലവീവിലേക്കുള്ള വിമാന സർവീസ് നിർത്തിവെച്ചു. ഇന്ത്യ മാത്രമല്ല, യൂറോപ്യൻ എയർലൈൻസ്, ലുഫ്താൻസ, സ്വിസ് എയർലൈൻസ് ഒക്കെ വിമാന സർവീസുകൾ തൽക്കാലത്തേക്ക് സസ്പെൻഡ് ചെയ്യുന്നു എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്, വലിയ അപമാനകരമായ ഒരവസ്ഥയിലേക്കാണ് ഇസ്രായേൽ നിൽക്കുന്നത്. അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. കാരണം അന്താരാഷ്ട്ര വിമാന കമ്പനികൾക്ക് ടെല്ലവീവിൽ ഇറങ്ങാൻ ഭയം തോന്നുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ച് ഒരു മിലിറ്ററി അറ്റാക്ക് ഉണ്ടായി കാഷ്വാലിറ്റികൾ ഉണ്ടാകുന്നതിനേക്കാളും വലിയ ക്ഷീണമാണ് അവരുടെ വിമാനത്താവളത്തിലേക്ക് വരാൻ വിവിധ രാജ്യങ്ങളുടെ വിമാന കമ്പനികൾ ഭയക്കുന്നു എന്നുള്ളത്. അത് വല്ലാത്ത മുറിവാണ്. ചിലപ്പോൾ നമുക്ക് ഫിസിക്കലി ഉണ്ടാകുന്ന ഒരു മുറിവിനേക്കാളും മാരകമായിരിക്കും മനസ്സിനേൽക്കുന്ന മുറിവെന്ന് പറയുന്ന പോലെ. ഇസ്രായേലിന് ഒരു കുഴിയുണ്ടായി എന്നുള്ളതൊക്കെ അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ തകർന്നു. അതിലൊക്കെ ഉപരി ലോകരാജ്യങ്ങളുടെ മുന്നിൽ ഇസ്രായേലിൻ്റെ എയർ സ്പേസ് പറക്കാൻ കൊള്ളാത്തതാണ് എന്നുള്ള ഇമേജ് ഉണ്ടായിരിക്കുന്നത് ഇസ്രായേൽ രാജ്യത്തിനും ബെഞ്ചമിൻ നെതന്യാഹു എന്ന പ്രധാനമന്ത്രിക്കും വലിയ ക്ഷീണമുണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ കടുത്ത നിലപാടുകളിലേക്ക് മാറുമെന്ന് വ്യക്തമാണ്. അതിപ്പോൾ മന്ത്രിസഭാ യോഗം കഴിഞ്ഞിട്ട് നെതന്യാഹു മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നു, ആക്രമിച്ചത് ഹൂത്തികളാണ്. ഹൂതികൾ മാനവരാശിക്ക് മുഴുവൻ ഭീഷണിയാണ്. അറിയാമല്ലോ, നമുക്ക് കടലിൽ കൂടെ പോകുന്ന ഏത് കപ്പലുകളെ ആക്രമിക്കുന്നു. ഇന്ത്യൻ കപ്പലുകൾ പോലും ചെങ്കടലിൽ പോയിട്ട് ഹൂതികളുടെ ആക്രമണത്തെ ചെറുക്കാൻ വേണ്ടിയിട്ട് ഇടപെടുന്നുണ്ട്. വ്യാപാര കപ്പലുകളെ മുഴുവൻ ആക്രമിക്കുകയാണ്. അപ്പോൾ ഒരു കൊള്ള സംഘത്തെ പോലെയാണ് ഹൂതികൾ പ്രവർത്തിക്കുന്നത്. ഇറാനാണെങ്കിൽ ഇപ്പോൾ അമേരിക്കയുമായി ന്യൂക്ലിയർ ശേഷിയെ സംബന്ധിച്ചുള്ള ചർച്ചയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ അവരുടെ 3 പ്രോക്സികൾ, ഒന്ന് ഹൂത്തികളും ഒന്ന് ഹമാസും ഒന്ന് ഹിസ്ബുള്ളയായിരുന്നു. ഹമാസ് ഏതാണ്ട് ഒതുങ്ങി, ഹിസ്ബുള്ള പറ്റ തീർന്നു. പിന്നെ അവശേഷിക്കുന്ന ഹൂത്തികളാണ്. ഈ ഹൂത്തികൾ
അമേരിക്കയുടെ വിമാനവാഹി കപ്പലിന് നേരെ ആക്രമണം നടത്തി, അമേരിക്ക ഇടയ്ക്കിടയ്ക്ക് പോയി അവിടെ വലിയ ആക്രമണം നടത്തുന്നുണ്ട്. എന്നിരുന്നാലും ഇവരുടെ സിറിയയിലെ ഭരണമാറ്റത്തിന് ശേഷം ഹൂതികൾക്ക് യമനിലേക്ക് ഈ പറയുന്ന ആയുധ സപ്ലൈയൊക്കെ നിലച്ചിരിക്കുകയാണ്. എന്നാൽ പോലും കയ്യിലുള്ളത് ഉപയോഗിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇവർ ചാമ്പത്തുണ്ട്. അതിലാണ് ഈ ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറഞ്ഞാൽ അത് ഇറാൻ കൊടുക്കുന്നത്. നോക്കിയാൽ മെയ്ഡ് ഇൻ ഇറാൻ എന്ന് തന്നെ ഇതിനകത്ത് കാണും. അതുകൊണ്ട് ഇപ്പോൾ നെതന്യാഹുവിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്, ഹൂതികൾ മാനവരാശിക്കാകെ ഭീഷണിയാണ്, ഞങ്ങൾ അവരെ തീർക്കും. പക്ഷേ ഞങ്ങൾ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞിരിക്കുന്നതാണ് ഞങ്ങൾ നടപ്പാക്കാൻ പോകുന്നത്. ട്രംപ് എന്താ പറഞ്ഞിരിക്കുന്നത് അറിയോ? ട്രംപ് ഈ ഫേസ്ബുക്കും എക്സും ഒന്നും ഉപയോഗിക്കുന്നില്ലല്ലോ. അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു സോഷ്യൽ മീഡിയ ആപ്പുണ്ട്, അത് ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് ഒരു കുറിപ്പ് എഴുതി. അതായത് ഹൂത്തികൾ അയക്കുന്ന ഓരോ മിസൈലും ഞാൻ ഇറാൻ അയക്കുന്ന മിസൈലുകളായിട്ട് കണക്കാക്കും. അതുകൊണ്ട് തിരിച്ചടി കൊടുക്കുന്നത് ഹൂത്തികൾക്ക് മാത്രമല്ല ഇറാന് കൂടിയായിരിക്കും എന്ന് ട്രംപ് സോഷ്യൽ മീഡിയയിൽ എഴുതിയിട്ടുണ്ട്. ഉടനെ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്, പ്രസിഡന്റ് ട്രംപ് പറഞ്ഞിരിക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഇതിൻ്റെ ഉത്തരവാദി ഇറാനാണ്. അപ്പോൾ ഇറാൻ ഒരിക്കലും മറക്കാത്ത തരത്തിലുള്ള ഒരു മറുപടി ഞങ്ങൾ കൊടുക്കുമെന്ന് ഇസ്രയേൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണിപ്പോൾ പുതിയ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ. നമ്മളിപ്പം ഇന്ത്യ പാകിസ്ഥാൻ ടെൻഷനെ കുറിച്ച് സംസാരിക്കുന്നതിനിടയ്ക്ക് ഇസ്രയേൽ ഇറാൻ തമ്മിലുള്ള ഇഷ്യൂ നമ്മൾ പതുക്കെ വിട്ടിരിക്കുക. പ്രത്യേകിച്ച് ഇന്ത്യയിലുള്ള ആളുകളുടെ ശ്രദ്ധ ഇവിടേക്ക് മാറിയപ്പോൾ ഇങ്ങനെ ചില സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ട്രംപിൻ്റെ പ്രതിനിധികൾ ഇറാനുമായി ന്യൂക്ലിയർ ഡീൽ സംബന്ധിച്ചുള്ള ചർച്ച നടക്കുന്നു. അവിടെ ഫാർദോ, നതാസ് ഉൾപ്പെടെയുള്ള 2 ആണവ കേന്ദ്രങ്ങൾ ഇറാനുണ്ട്. ഈ ആണവ കേന്ദ്രങ്ങളിൽ ഏതാണ്ട് 60-ന് മുകളിൽ 90-ക്കടുത്ത് വരെ എൻറിച്ച്ഡ് ആയിട്ടുള്ള യുറേനിയം ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷി കൈവന്നിരിക്കുന്നു. അതുകൊണ്ട് അവരൊരു ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കുന്ന തരത്തിലേക്ക്, അണവായുധം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ഇറാൻ പോവുകയാണ്. അത് അടിയന്തരമായി അവസാനിപ്പിക്കണമെന്ന് ട്രംപ് ആവശ്യപ്പെടുകയും ട്രംപിൻ്റെ ചരിത്രത്തിൽ, അമേരിക്കയുടെ ചരിത്രത്തിൽ ഒരിക്കലും ചെയ്തിട്ടില്ലാത്ത പോലെ ഇറാനുമായുള്ള ശത്രുത ട്രംപിൻ്റെ മാത്രമല്ല, അമേരിക്ക പരമ്പരാഗതമായി ഇറാനുമായി ശത്രുതയിലാണ്. അമേരിക്കൻ പ്രസിഡന്റുമാർ ആരും ചെയ്യാത്ത പോലെ ട്രംപ് അയത്തുള്ള ഖമനേയിക്ക് ഒരു കത്തയച്ചിരുന്നു, നിങ്ങൾ ചർച്ചയ്ക്ക് വരണം എന്ന് പറഞ്ഞു. ഈ കത്ത് ഞാൻ ചർച്ചയ്ക്കൊന്നും വരത്തില്ല എന്ന് ഖമനേയി പറഞ്ഞെങ്കിലും ഖമനേയിയുടെ പ്രതിനിധികൾ ഇപ്പോൾ ചർച്ചയ്ക്കൊക്കെ വരുന്നുണ്ട്. ഇല്ലെങ്കിൽ ആക്രമിക്കുമെന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഈ യുറേനിയം സമ്പുഷ്ടീകരണത്തിൻ്റെ ഒരു നിർണായക ഘട്ടത്തിലേക്ക് ഇറാൻ കടന്നിട്ടുണ്ട്. ഇറാൻ ആണവായുധം നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ ഇസ്രയേലിനെ സംബന്ധിച്ച് അത് ഭയങ്കരമായ ഭീഷണിയാണ്. കാരണം ഇസ്രയേലിൻ്റെ ഏറ്റവും വലിയ ഭീഷണി അറബ് രാജ്യങ്ങളല്ല, ഇറാനാണ്. ഈ പറഞ്ഞ പോലെ യമനിൽ നിന്നാവട്ടെ, അല്ലെങ്കിൽ ഈ ലെബനോണിൽ നിന്നാവട്ടെ, ഹമാസിനെ ആവട്ടെ ഒക്കെ ഇങ്ങനെ പരിപാലിച്ച് ആയുധവും പണവും സന്നാഹങ്ങളും ഒക്കെ കൊടുത്ത് നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇറാനെ തീർക്കുക എന്നുള്ളത്, ഇറാൻ ഒരു അണവായുധ ശേഷി സംഭരിച്ചാൽ അതിനു മുമ്പ് അതിനെ ഫിനിഷ് ചെയ്യുക എന്നുള്ളത് ഇസ്രയേലിൻ്റെ അജണ്ടയാണ്. ഇസ്രയേൽ പക്ഷേ ഇത്രയും നേരം ഇക്കാലം അത്രയും അടങ്ങിയിരുന്നത് അമേരിക്ക എന്ത് പറയുന്നു എന്ന് നോക്കിയിരിക്കാനാണ്. അമേരിക്കയിൽ ഇപ്പോൾ ട്രംപ് വന്നുകൂടി കാലാവസ്ഥ അനുകൂലമാണ്. ഏതായാലും ഇപ്പോൾ ട്രംപ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പലതും ഒരു പ്രഹസനമാണോ എന്ന് ഈ ലോകമാധ്യമങ്ങളിൽ ചിലരൊക്കെ പറയുന്നത്. ഇപ്പോൾ ഇറാനുമായിട്ട് ചർച്ച നടത്തുന്നു. ഇറാൻ്റെ അടുത്ത് ഒരു അമേരിക്കൻ പ്രസിഡന്റുമാരും ചെയ്യാത്ത പോലെ നിങ്ങൾ ചർച്ചയ്ക്ക് വാ, നമുക്ക് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞ് ട്രംപ് കത്തയക്കുന്നു. അപ്പോൾ ട്രംപിൻ്റെ ഒരു സ്റ്റേച്ചർ ഒന്ന് താഴ്ന്നോ? ട്രംപ് ഇറാൻ്റെ മുന്നിൽ ഒന്ന് കീഴടങ്ങി വാ, നമുക്ക് സമാധാനത്തെക്കുറിച്ച് സംസാരിക്കാം, ട്രംപ് പേടിച്ചിട്ടാണോ എന്നൊക്കെ ചോദിക്കുന്ന ചിലരുണ്ട്. പക്ഷേ ഇത് പണ്ട് കൃഷ്ണൻ ദൂതിന് പോയതുപോലെ എന്നാണ് പറയുന്നത്. കൃഷ്ണൻ ദൂതിന് പോയിട്ട് കൃഷ്ണൻ്റെ ആഗ്രഹം യുദ്ധം ഉണ്ടാവണം എന്നുള്ളതാണ്. കാരണം കൃഷ്ണൻ പുറത്തോട്ട് പോകുമ്പോൾ പാഞ്ചാലി വന്ന് മുന്നിൽ നിന്നിട്ട് പറയും, എൻ്റെ മുടി ഞാൻ കെട്ടിയിട്ടില്ല കേട്ടോ എന്ന് പറയുമല്ലോ. അപ്പോൾ പോയി ആദ്യം പകുതി രാജ്യം ചോദിച്ചു, പിന്നെ 5 ഗ്രാമം ചോദിച്ചു, 5 വീട് ചോദിച്ചു, 5 ഗ്രാമങ്ങൾ ചോദിച്ചു, 5 വീട് ചോദിച്ചു, 1 വീടെങ്കിലും തരുമോ എന്ന് ചോദിച്ച് കൃഷ്ണൻ ദൂത് പറയുമ്പോഴും കൃഷ്ണൻ്റെ ആഗ്രഹം ഇതൊന്നും ഇവന്മാർ സമ്മതിക്കല്ലേ എന്നാണ്. കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അഴിച്ചിട്ട മുടിയുമായി നിൽക്കുന്ന ദ്രൗപദിയുണ്ട്. യുദ്ധം നടന്നാലേ ദുശാസനെ കൊന്നിട്ട് ആ ചോരയെടുത്ത് ദ്രൗപദിക്ക് മുടിയിൽ പുരട്ടിയിട്ട് മുടി കെട്ടാൻ പറ്റുള്ളൂ. അപ്പം കൃഷ്ണയുടെ കൂടെയാണ് എന്ന് പറയുന്നത് പോലെ ട്രംപിന് ഈ ചർച്ചയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് എന്ന് ട്രംപിന് വരുത്തി തീർക്കുകയും വേണം, എന്നാൽ ഇറാൻ തടിക്കുകയും വേണം. ഇതിനിടയ്ക്ക് വലിയൊരു ആഗ്രഹം ട്രംപ് സ്വീഡനുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, ട്രംപിന് വേണ്ടി സംസാരിച്ചിരുന്നു. എന്തിനറിയോ? സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ട്രംപിന് കിട്ടണമെന്നുള്ളത്. കാരണം ട്രംപിന് ഇനി ഒരിക്കൽ പ്രസിഡന്റ് ആവാൻ കഴിയില്ല. ട്രംപ് 3 തവണ പ്രസിഡന്റ് ആകാവുന്ന തരത്തിലൊരു നിയമ ഭേദഗതി, ഭരണഘടനാ ഭേദഗതി വേണമെന്നുള്ളൊരു ബില്ലൊക്കെ കോൺഗ്രസ്സിൽ വന്നിട്ടുണ്ട്. അത് പ്രസ് ചെയ്തിട്ടില്ല, പാസ്സാക്കിയിട്ടില്ല. കാരണം ഭൂരിപക്ഷം ആയിട്ടില്ല. 2 തവണ ഒരാൾക്ക് പ്രസിഡന്റ് ആകാൻ പറ്റുള്ളൂ.
അപ്പോൾ ഏതായാലും ട്രംപിന് ഇനിയിപ്പോൾ താൻ ഇറങ്ങുന്ന സമയത്ത് അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രസിഡൻ്റായിട്ട്, ഏറ്റവും മഹാനായ പ്രസിഡൻ്റായിട്ട് നോബൽ സമ്മാനമൊക്കെ വാങ്ങി ഇറങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് സമാധാനം 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 എന്ന് പറയുകയും എന്നിട്ട് ഞാനെല്ലാം ചെയ്തു അവർ സമ്മതിക്കാത്തതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് ഒരു യുദ്ധത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആളാണ് ട്രംപ് എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ വിലയിരുത്തുന്നത്. അല്ല, ട്രംപിൻ്റെ ഒരു താഴൽ ഉയരാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് കുനിഞ്ഞു കൊടുക്കുന്നത് അവരെ ചവിട്ടി താഴ്ത്തിയിട്ട് നിവർന്നു നിൽക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. ഏതായാലും ട്രംപ് ഈ പാരലായിട്ട് ന്യൂക്ലിയർ വെപ്പൺസ് അല്ലെങ്കിൽ ആണവ ശേഷി ഇല്ലാതാക്കുന്നതിനെക്കുറിച്ച് ആറ്റോമിക് എനർജി ഏജൻസിയുടെ നിർദ്ദേശപ്രകാരമുള്ള നിയമാവലികൾ പാലിക്കാൻ ഇറാനെ നിർബന്ധിക്കുന്ന ചർച്ചകൾ നടക്കുന്ന അതേ സമയത്ത് തന്നെയാണ് ഹൂത്തികൾ അയക്കുന്ന ഓരോ മിസൈലും ഇറാൻ അയച്ചതായിട്ട് കണക്കാക്കുമെന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇസ്രയേലിനെ സംബന്ധിച്ച് ഇസ്രയേൽ പറയും, ഇനി ഞങ്ങൾക്ക് പൊറുക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് വലിയ അപമാനം ഉണ്ടായിരിക്കുന്നു, അന്താരാഷ്ട്ര തലത്തിൽ വിദേശ രാജ്യങ്ങളുടെ എയർലൈൻസ് പോലും ഞങ്ങളുടെ രാജ്യത്തേക്ക് വരാൻ, ഞങ്ങളുടെ ആകാശത്ത് കയറാൻ ഭയക്കുന്ന സ്ഥിതി ഹൂത്തികൾ ഉണ്ടാക്കിയിരിക്കുന്നു, ഇതിനൊക്കെ കാരണം ഇറാനാണ്, ഇറാനെ അടിച്ചേ പറ്റുള്ളൂ എന്ന് ഇസ്രയേലിന് ട്രംപിനോട് നിർബന്ധിക്കാൻ പറ്റുന്ന ഒരു കാലാവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ട്രംപ് 7 ഇരട്ടിയായിട്ട് തിരിച്ചടിക്കും എന്നാണ് നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളൊരു മിസൈൽ ഇങ്ങോട്ട് അയച്ചല്ലോ, 7 മടങ്ങ് തിരിച്ചടി ഞങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കാം എന്നാണ് നെതന്യാഹു ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും അടുത്ത ദിവസം തന്നെ, ചിലർ പക്ഷേ ഏറ്റവും അടുത്ത മണിക്കൂറിൽ തന്നെ യമനിലും തുടർന്ന് ഇറാനിലേക്കും ഇസ്രയേലിൻ്റെ ഒരു പ്രത്യാക്രമണം ഉണ്ടാകുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. ഏതായാലും ഒരു വലിയ അപകടമാണ് ഉണ്ടായത്, ഒഴിവായിപ്പോയത് അതിഭീകരമായ ഒരു അപകടമാണ് ഒഴിവായിപ്പോയത്. കാരണം ആ എയർപോർട്ടിൽ ചെന്ന് വീണാൽ എയർപോർട്ടിൽ ആയിരക്കണക്കിന് ആളുണ്ടാവും. കാരണം ലോകത്തെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളിലൊന്നാണ് ടെലവീവിലെ ബെൻഗൂറിയൻ വിമാനത്താവളം. പിന്നെ ബെൻഗൂറിയൻ വിമാനത്താവളം എന്ന് പറഞ്ഞാൽ അവരുടെ ദേശീയ പിതാവിൻ്റെ, രാഷ്ട്രപിതാവിൻ്റെ പേരുള്ള വിമാനത്താവളമാണ്. അത് തകർക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ അഡ്രസ്സ് പോയി. അപ്പോൾ ഒരുപാട് ആളുകൾ മരിക്കുന്ന സാഹചര്യം, ആകാശത്തിലൂടെ വരുന്ന വിമാനങ്ങൾ തകർക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു. ഏതായാലും ഇസ്രായേലിൽ ഒഴിവായത് വലിയ ദുരന്തമാണ്. ദുരന്തം ഒഴിവായെങ്കിലും വല്ലാത്തൊരു അപമാന ഭാരം ഇപ്പോൾ ഇസ്രായേലിന് മേലുണ്ട്. അത് പരിഹരിക്കാൻ, ഒന്നും ചെയ്യാതിരിക്കാൻ ബീബിക്ക് കഴിയില്ല. എന്തായാലും നെതന്യാഹു തിരിച്ചിരിക്കും. അത് എപ്പോൾ, ഏത് സമയത്ത് എന്ന് മാത്രം ഇനി അറിഞ്ഞാൽ മതി. അത് ഇറാനിട്ടായിരിക്കുമോ ഹൂത്തികൾക്ക് നേരെ യമനിലേക്കായിരിക്കുമോ എന്നത് നമുക്ക് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അറിയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.